അപ്പൊ ഇന്ന് രണ്ട് കൊച്ചു കച്ചവടക്കാരെ കാണാം. ഇത് എന്താ എന്റെ മോളെ പേര്? എത്രാം ക്ലാസ്സിലാ? ഏത് സ്കൂളിലാ? വടപ്പറമ്പ് പിന്നെ ഗവൺമെന്റ് സ്കൂൾ, വാപ്പുകാരന്റെ സ്കൂളിലാ? ഗവൺമെന്റ് സ്കൂളിലാ? ആ. മോനോ? എന്താ എന്റെ കുട്ടിയുടെ പേര്? ഫൈഹാന്. എന്റെ കുട്ടി സ്കൂളിൽ പോകണ്ടാ? ഇല്ല. എത്ര വയസ്സായി? അതെന്തെങ്ങനെ ഇന്ന് ഒരു കച്ചവടമൊക്കെ ആയിട്ട് ഇറങ്ങാൻ കാരണം? ആ, കച്ചവടം ഉണ്ടായാല് ഈ കായായിട്ട് നമുക്ക് എന്താ ചെയ്യല്? ആ ആ ഇതില്ല. ആ ആ അപ്പൊ ലാഭം കിട്ടിയാൽ ഈ കായ് പാവം കൊടുക്കുവോ? കാക്ക കൊടുക്കല്? ആ, അതാണ് കച്ചവടക്കാര്. അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ആ, ഇപ്പോഴാണ് യഥാർത്ഥ ആൾക്കാർ ഓണർ വന്നത്. എന്താ എന്റെ കുട്ടിയുടെ പേര്? എത്ര ക്ലാസ്സിലാ? നല്ല പഠിക്കില്ലേ? ബിസിനസ് അതൊരു കോഴ്സ്, മറ്റേത് നന്നായി വിദ്യാഭ്യാസം ഉണ്ടാണോ, അപ്പോഴേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂട്ടാ. ഇല്ലേ? ഇത് പാർട്ണറാ? രണ്ടാളും പാടെ, രണ്ട് പാർട്ണർമാരും പാടെ. ഇന്ന് സ്കൂളിലല്ലേ? അപ്പൊ നമ്മളെ കുഞ്ഞാമോക്കെ ഇന്ന പോലെ ഇന്ന് പേടിച്ച് ഓലിന്ന് പിന്നെ മൂത്ത ആൾക്കാര് അപ്പുറത്ത് പോയപ്പോ തൽക്കാലം കച്ചവടത്തിന് ഹെൽപ്പ് ചെയ്യാൻ പോയതാണ് ഫാത്തിമയും നമ്മളെ ചെറിയ ചങ്ങായി. ഇന്നെടുത്ത് കൊടുക്കി. ഉപ്പിലിട്ട അല്ല, അത് പക ഉപ്പിലിട്ട? ആ, മസാല വേണോ? മസാലന്റെ ആളല്ല, അതായത് എരിവല്ലേ അത്? അത് മുളകും പൊടിയല്ലേ? 10 റുപ്യ, 100 റുപ്യക്ക് കണക്കാക്കാന്. അപ്പൊ സാധനം ഇപ്പൊ ഒന്ന് കഴിയുമല്ലോ. സ്റ്റോക്ക് ഉണ്ടാ? കൊടുന്ന് വെച്ചിക്കണാ? ഇത് നിങ്ങൾ തന്നെ ഉപ്പിലിട്ടല്ല അതോ പീടിന്ന് കൊണ്ടല്ല? ആ, നമ്മള് മാങ്ങ അറുത്തുകൊണ്ട് നമ്മൾ തന്നെ ഉപ്പിലിട്ട ഇല്ലേ? അയ്യോ ഇല്ലേ? അല്ല, ഇതിന്ന് ലാഭം കിട്ടിയാല് നമ്മളെ ചങ്ങായിമാരും കണ്ട് കുട്ടികളെ പാവപ്പെട്ട ചങ്ങായിമാർക്കൊക്കെ ഒന്ന് ഫ്രീ കൊടുക്കുവോ? ഉറപ്പല്ലേ? ഇൻഷാ അല്ലാ. ആ, അത് പറഞ്ഞപ്പോലെ ഇപ്പൊ ഇന്ന് സാധനം കഴിയുമല്ലോ. അപ്പൊ രാവിലെ എത്ര മണിക്കാ സ്കൂളിൽ ചാത്തന്ന തുറക്കലില്ലേ? ആ ആ തുടങ്ങും. എന്റെ മോള് ആരാവണമെന്നാ പഠിച്ചിട്ട് ആരാവണമെന്ന് ആഗ്രഹം? ഡോക്ടർ. അല്ല, ഡോക്ടർ ആയാല് പാവപ്പെട്ട രോഗികളൊക്കെ വന്നാൽ ഫ്രീ ആയിട്ട് ചികിത്സ കൊടുക്കുവോ? ഉറപ്പല്ലേ? പിന്നെ സഹായിക്കുന്നവർക്ക് ജാതി മതവും രാഷ്ട്രീയം ഒന്നും നോക്കൂല്ലോ. പാവപ്പെട്ട ഒരു മനുഷ്യരാണോ മനുഷ്യനെ സഹായിക്കുക, അല്ലേ? അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. അങ്ങനെ തന്നെ പാടുള്ളൂ കേട്ടാ. നമ്മള് മനുഷ്യനെ സഹായിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. നമ്മൾ മരിച്ചു പോകുമ്പോ നല്ലൊരു മനുഷ്യനെ നിന്ന് പറയിപ്പിക്കുക കേട്ടാ. കുട്ടിക്ക് നല്ലത് വരട്ടെ. അപ്പൊ ഫാത്തിമ മോൾക്ക് വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. അവള് ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം. അവളെ ഡോക്ടർ തന്നെ ആവും. നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം എന്റെ കുട്ടി കേട്ടാ. എന്റെ കുട്ടിനെ പോലുള്ളവരൊക്കെ ഡോക്ടർ ആയാലും ഈ ഹോസ്പിറ്റലിലൊക്കെ വെറുതെ ആൾക്കാരെ പാവങ്ങളെ വലിയ വലിയ സ്കാനിങ്ങും മറ്റും കൊടുത്തിട്ട് കമ്മീഷൻ മേടിച്ചുകൊണ്ട് ഒരുപാട് പൈസ മേടിച്ചിട്ടുണ്ട് ഓരോ ഡോക്ടർമാരും. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി എന്റെ കുട്ടിനെ പോലുള്ള ഡോക്ടർമാർ വന്ന് പാവപ്പെട്ടവർക്ക് തീർത്തും അർഹതപ്പെട്ട സ്കാനിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക, മരുന്നുകളൊക്കെ സൗജന്യമായിട്ട് കൊടുക്കുക, ചികിത്സ കൊടുക്കുക ഒക്കെ കൊടുക്കൂലേ? ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. നല്ല മോളാണ്. അപ്പൊ ഏതായാലും ഞങ്ങൾ കുഞ്ഞാമോക്കി അതുപാക്ക ഇൻഷാ അല്ലാഹ് സാധനം ഇപ്പൊ ഇവിടെ കഴിഞ്ഞു. ഇനിയിപ്പോ സ്റ്റോക്ക് ഉണ്ട് എന്നാണ് പെരയിൽ പറഞ്ഞില്ലേ? സാധനം ഉണ്ടല്ലോ. ഈ മൂച്ചിമന്തിനെ അറുത്തുകൊണ്ടാണ്, ആ മൂച്ചിമന്ത് അറുത്തുകൊണ്ടാണ് ഇത് ചെയ്യല്. അപ്പൊ പിന്നെ ഇതില് കൃത്രിമമായിട്ടൊന്നുമില്ല. ഇത് എന്ത് പച്ചവെള്ളമാണോ അതോ സുർക്കയാണോ? സുർക്ക. ആ, സുർക്ക. എന്താ എസൻസ്? അതെവിടുന്നാ മേടിക്കല്? മൂച്ചിക്കത്ത പീടിന്ന്. അപ്പൊ സുർക്കയും ഒരു എസൻസും അതില് പാരുന്നുണ്ടെന്നാ പറഞ്ഞത്. വാങ്ങല് അത് കുഞ്ഞ കേടുള്ളൊന്നല്ലല്ലോ. ആ, അത് പോകാം. എന്താ പറയാ നമ്മളെ കുട്ടികളെ കച്ചവടം? അതെ. അയ്യോ, അതെ. വെറുതെ മൊബൈലിന്മേൽ ഇരുന്ന് കാണ്ട് കളിക്കണീന് ബദല് ഓൽക്ക് ജീവിതത്തില് ഒരു ഇത് വലിയൊരു കോഴ്സാണ് അല്ലേ? അതായത് ചെറുപ്പം മുതൽ തന്നെ ബിസിനസിനെ പറ്റി പഠിച്ചാല് അത് ഒരിക്കലും മറക്കൂലേ. കാരണം ഓൽക്ക് എത്ര വലുതാവുമ്പോഴും പല 10 റുപ്യ ബിസിനസ് ചെയ്ത് ഉണ്ടാക്കാനുള്ള ഐഡിയ ഉണ്ടാവും. ഇപ്പൊ എത്ര അതാകും പഠിച്ചോളി. അങ്ങക്കുള്ള സമ്മാനം ഇപ്പൊ ആയില്ലേ? ഞാൻ നോക്കാം. എന്താ കുട്ടികളെ പറ്റി 2 വാക്ക് പറയാള്? നല്ല ജീവിതം, നല്ല മട്ടത്തിൽ പോയാലൊക്കെയാണ് നമ്മളെ തുടക്കം. നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ മാങ്ങ കച്ചവടം ചെയ്യുന്നു.
ഇതൊക്കെ നിങ്ങൾ പറയും. നിങ്ങൾ കുറച്ച് പ്രായം ചെല്ലുമ്പോൾ പറയും ഞങ്ങളവിടെ മാങ്ങാട്ടോന്ന് ചെയ്തപ്പോൾ എല്ലാ ആൾക്കാരെ ഒന്ന് വീഴ്ചു ഈ ഓർമ്മക്ക് നിങ്ങൾ വരും. അപ്പൊ ഇത് നിങ്ങളെ ഭാവിയിലേക്ക് നല്ല തുടർച്ചയാണ്. വളരട്ടെ. അത് പിടിച്ചോളി. അപ്പൊ അത് മോൾക്ക് സ്വന്തം തന്നെ. കാരണം എന്താ പറയാ, കമ്പനിയിൽ നിന്ന് തന്നെ സാധനം അടിച്ചു മാറ്റിയാല് കമ്പനി നഷ്ടത്തിലോടും. അപ്പൊ ഇങ്ങനെയുള്ള അതിപ്പാക്കപ്പ കാണിച്ചു കണ്ട, നിങ്ങൾക്ക് നിങ്ങളെന്നെ സാധനം മേടിച്ചു, പൈസ തന്നു, എന്നിട്ട് അത് പിന്നീട് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തന്നു, മോൾക്കൊക്കെ കൊടുത്തു. അപ്പൊ എന്തിനാ കൊടുക്കണ അറിയാം, മോൾക്കൊക്കെ ഇതിന് സാധനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടത്തിലോടും. അപ്പൊ നഷ്ടത്തിലോടാതിരിക്കാനും മോളെ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് അതിപ്പാക്ക കൊടുത്തത്. അപ്പൊ ഇനി നാളെ നിങ്ങളും ചെയ്യണം ഇങ്ങനെയൊക്കെ. നമ്മളെ ബിസിനസ് ചെയ്ത് നമുക്ക് 10 രൂപ കിട്ടുമ്പോൾ നമ്മളെ പാവപ്പെട്ട കുട്ടികളൊക്കെ കച്ചവടങ്ങളോ അല്ലെങ്കിൽ പാവപ്പെട്ട വയസ്സായ ആൾക്കാർ രോഗികളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനൊരു ഓഹരിന്റെ കുട്ടികളും പാവം കൊടുക്കുക കേട്ടാ. ഇന്ന് മോൾക്ക് സന്തോഷമില്ലേ? അപ്പൊ ഇനി നിങ്ങൾക്ക് തിന്നാളാട്ടാ. ഇത് കിട്ടിയില്ലേ? ആയിക്കോട്ടെ, കൈ കൊടുക്കും ചൂട്ടി. ഓക്കെ, അപ്പൊ ഹാപ്പിട്ടാ. ഇൻഷാല്ലാ ആയിക്കോട്ടെ. എന്നാ അപ്പൊ ഞങ്ങൾ ഓരോ കണ്ടപ്പോ വണ്ടി നിർത്തിയാണ്. ഇവിടെ മണ്ണിന്റെ കിണറിൽ ഇടണ ഇതാണ് അതിപ്പാക്കത്. ഇതിന് വേണമെങ്കിൽ ഇത് വിളിച്ചോളി. ഇതിന്റെ മേല് മാനുക്ക നമ്മളെ ചേണ്ടിയിലാണ് പാങ്ങല്. നമ്മളെ അടുത്ത് തന്നെ ഡ്യൂട്ടി അറിയാം. ഈ സ്ഥലമൊക്കെ നമ്മളതാണ് ഈ ഷെഡിക്കണ നാസർ മാനുക്ക എന്ന് പറയും കേട്ടാ. ഇവിടെ അടുത്ത് തന്നെയാണ്, പാനക്കറിയാം കേട്ടാ. അപ്പൊ എന്റെ കുട്ടികൾ പ്രാർത്ഥിക്കാം കേട്ടാ. ഫേസ്ബുക്ക് ഉണ്ട്, യൂട്യൂബിൽ മനവാക്കില്ല, അതില്ല, ഫേസ്ബുക്കിലിട്ടാ. ഇതിൽ ബന്ധപ്പെടാൻ നിങ്ങൾക്ക് കിണറിന്റെ ഈ ചട്ടി, അതായത് മണ്ണിന്റെ കാലം ഇതാണ്. താല്പര്യമുള്ളവർക്ക് ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ അതും വരാം. നമ്മളെ ചങ്ങന്മാരാണ്. അപ്പൊ ഏതായാലും ഇൻഷാല്ലാ ഞങ്ങള് ചെറുപ്പശ്ശേരിക്ക് ഒരു യാത്രയിലാണ്. അപ്പൊ നാട്ടിലെ അടുത്ത് തന്നെയാണ്. എന്നാ പോവാ. ഞങ്ങള് CPIന്റെ നേതാവുണ്ട് ഇതില്. അദ്ദേഹം ഒരു ഒഴിവില്ല അദ്ദേഹത്തിന്. അദ്ദേഹം അവിടെ പാങ്ങില് പാവപ്പെട്ട മനുഷ്യർ ഒരുപാട് ആൾക്കാർ വെള്ളത്തിന് ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്ക് CPIന്റെ വക ഒരുപാട് വെള്ളങ്ങൾ രാവിലെ മുതലേ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ള സൗകര്യത്തിന് ഇപ്പോഴും അദ്ദേഹം വണ്ടി പോരുമ്പോഴും വെള്ളമില്ലാത്ത ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാളെ ഒരു വണ്ടിമ്പാടെ ഏൽപ്പിച്ചാന്ന് അദ്ദേഹം ഓർഡർ ഇട്ട്. എന്താ വിളിച്ചിട്ടൊക്കെ വെള്ളം കൊടുത്തു നോക്കുമ്പോ ഒരുപാട് ഓർഡർ ഉണ്ട്. നമ്മൾ കൊടുത്തപ്പോ കുറച്ചൊക്കെ മതിയാവുന്ന വിചാരിച്ചു. പക്ഷെ ഓരോ ഭാഗത്ത് ചെന്ന് നോക്കുമ്പോ ഭയങ്കരമായിട്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഒരു വണ്ടിയോട് എത്തൂല. നാളെ ഒരു വണ്ടിയും കൂടി ഡെയിലി ഇറക്കാനുള്ള പരിപാടിയാണ്. ജനങ്ങൾ ഈ 1-2 മാസം വലിയ ബുദ്ധിമുട്ടുള്ള ഏരിയയുണ്ട്. ആരൊക്കെ വിളിച്ചാലും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാനുള്ള തീരുമാനത്തിലാണ്. അപ്പൊ ഇനിയിപ്പോ ഞങ്ങള് മുസ്ലിം ലീഗിന്റെ ഞാന് ഇതിനെ പറ്റി അഭിപ്രായം പറയുന്നത് നല്ല കാര്യമാണ്. അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലം കിട്ടാനാണ്. തുള്ളി വെള്ളം കൊടുക്കേണ്ടത് നല്ല കാര്യമാണ്. വെള്ളമില്ലാത്തവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അത് കൊടുക്കാൻ അവർക്ക് തോന്നിപ്പിക്കട്ടെ, നല്ല കാര്യം. അപ്പൊ ഏതായാലും ഇൻഷാല്ലാ ഇതൊക്കെ തന്നെയാണ് ജീവിതത്തില്. വെള്ളമില്ലെങ്കിൽ നമ്മുടെ ഓരോ സംഘടനകൾ ഇപ്പൊ CPI അത് ചെയ്തു കൊടുക്കുമ്പോ ഇവിടുത്തെ പഞ്ചായത്ത് നേരത്തെ ചെയ്തു കൊടുത്തിരുന്നു, മുസ്ലിം ലീഗ് ചെയ്തു കൊടുത്തിരുന്നു, ഒരുപാട് സംഘടനകൾ DYFI ചെയ്തു കൊടുത്തിരുന്നു. അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം ഇൻഷാല്ലാ ഇപ്പൊ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ള സാഹചര്യം. കാരണം മഴയൊക്കെ കിട്ടിയതുകൊണ്ട് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നാലും ഇവര് കൊണ്ടുകൊടുത്തു നോക്കുമ്പോ ഒരുപാട് ആളുകളാണ് അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് ഈ ഏരിയക്കൊന്ന് വരി, ഈ ഏരിയക്കൊന്ന് വരികയാറുണ്ട് സങ്കടം പറയുന്നത്. അപ്പൊ അത് ഏതായാലും വളരെ സന്തോഷമായി. ഇൻഷാല്ലാ ഇനി ഏതായാലും ഞങ്ങള് ഇന്ന് വയനാട് പോകണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അത് അടുത്തൊരു ദിവസത്തേക്ക് മാറ്റി. ഇൻഷാല്ലാ ഇനി 2-ാം തീയതി ഞങ്ങള് നേരെ ലക്ഷദ്വീപിലേക്ക് ഉള്ള പോക്കാം. ലക്ഷദ്വീപില് 4 ദിവസത്തെ പരിപാടി. ഒരു അഗതി മന്ദിരം സന്ദർശിക്കും. അവിടെയുള്ള ഒരു ഇക്കാക്കയാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ കൂടെ 10-12 ആൾക്കാരുണ്ട്. എല്ലാവരും പാടെ ഇതുവരെ ലക്ഷദ്വീപ് ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ ഒന്ന് പോയി ലക്ഷദ്വീപിൽ കാണേണ്ടതൊക്കെ കണ്ട് കുറച്ച് 4-ാം ദിവസം തിരിച്ചു പോരണം. പിന്നെ നമ്മളെ വയനാട് ചൂരൽമല മുണ്ടക്കൈക്കാർക്കുള്ള വീടിന്റെ താക്കോൽദാനം ഇവിടെ ആയി തുടങ്ങി. അതിലേക്കുള്ള ആൾക്കാരെടുത്തു തുടങ്ങി. ഇൻഷാല്ലാ അത് കുറ്റൂര് അബ്ദുറഹ്മാനെ ചേർന്ന ആ വലിയ മനുഷ്യസ്നേഹി. ഇപ്പൊ അതിന്റെ റോഡും കൂടി സ്ഥലം അദ്ദേഹം അടുത്തെന്നാണ്. അതിലേക്കുള്ള റോഡും പിന്നെ കട്ട വിരിച്ച് ഈ മൂപ്പരാളെ ഏറ്റുള്ള പഞ്ചായത്ത് നമ്മളോട്, അവിടുത്തെ മേപ്പാടി പഞ്ചായത്ത് ഭയങ്കര സഹകരണം, എന്തും ചെയ്തുതരാന്നുള്ള സപ്പോർട്ട്, റോഡും എല്ലാം. ആജിക്ക വേണ്ട, നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കണ്ട. അപ്പൊ അവരോട് നമുക്ക് ലൈറ്റും കാര്യമൊക്കെ ഇട്ടുതരാൻ പറഞ്ഞാൽ മതി. കാരണം 3-4 ലൈറ്റ് വേണം. ബഹുമാനപ്പെട്ട സിദ്ദീഖാനോട് MLA
വയനാട് MLA സിദ്ദീഖ മാതൃകാ പുരുഷനാണ്. സിദ്ദീഖാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും നന്മയുള്ള വയനാട്ടിലെ ഒരു MLA എന്നുള്ള രീതിയിലല്ല, ഒരു മനുഷ്യസ്നേഹി അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എങ്ങനെ ആവണമെന്നാണ് നമുക്ക് കണ്ടുപഠിക്കാനുള്ളത്. നമ്മുടെ സിദ്ദീഖ MLA വയനാട്, അദ്ദേഹം ആ ദുരന്തം ഉണ്ടായപ്പോൾ ഇഷ്ടംപോലെ കുറച്ചൊന്നല്ല കണ്ണീരോടെ ഇഷ്ടപ്പാടും എല്ലാം അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിച്ചിരുന്നത്. ഇതേമാതിരിയാണ് നമ്മളെ നജീബ് കാന്തപുരം. അങ്ങനത്തെ ഒരു മനുഷ്യസ്നേഹിയാണ് പെരിന്തൽമണ്ണുള്ള നമ്മുടെ നജീബ് കാന്തപുരം. എന്നെ സംബന്ധിച്ചൊരു പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല, നല്ല ആളുകൾ ആര് ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഇഷ്ടമാണ്. നജീബ് കാന്തപുരത്തിൻ്റെ പ്രവർത്തനങ്ങൾ സത്യത്തിൽ സിദ്ദീഖാൻ്റെ ഒക്കെ അത്ഭുതമാണ്. കാരണം അവരെ പോലുള്ള ആളുകൾ നമ്മുടെ എല്ലാ പാർട്ടിയിലും ജനപ്രതിനിധികളാണെങ്കിൽ വേറെ കുറെ ആൾക്കാരുണ്ട്, എല്ലാവരുടെ പേരും ഞാൻ പറയില്ല. പക്ഷേ അങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോഴാണ് നാട്ടിലൊരു ദുരന്തോ വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ ആ ആത്മാർത്ഥമായിട്ട് അതിൻ്റെ എല്ലാത്തിനും പരിഹാരം ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യാൻ ഓടി നടക്കുന്ന ആളുകൾ, അതാണ് നമുക്ക് ആവശ്യമുള്ള ആൾക്കാർ. അല്ലാതെ കുറെ പണക്കാരനായ നേതാവിനെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് പാവപ്പെട്ടവൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടൊന്നും അറിയില്ല. അപ്പോൾ അവർ ആ വഴിക്കാണ് അവരെ പ്രവർത്തനങ്ങളൊക്കെ ആ വഹിക്കേണ്ടത്. പാവപ്പെട്ടവനെ സ്നേഹിക്കാൻ മനസ്സുള്ള ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ലീഗ് ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, മാർക്സ് പാർട്ടി ആയിക്കോട്ടെ, CPI ആയിട്ടെ, ഏത് പാർട്ടിയിലായാലും എല്ലാത്തിലും നല്ല വ്യക്തിത്വങ്ങളുണ്ട്. അപ്പോൾ BJPയിൽ ഒരുപാട് നല്ല നേതാക്കന്മാരുണ്ട്, ജാതി മതത്തിനൊക്കെ അപ്പുറത്ത്. അവരെ വിശ്വാസം ഏതായിക്കോട്ടെ, പക്ഷേ നല്ല കഴിവുള്ള നേതാക്കന്മാർ. ഇപ്പം നമ്മളെ അഡ്വക്കേറ്റ് ശ്രീ പ്രകാശ് സാറ്, അദ്ദേഹം ഞാൻ പെരിന്തൽമണ്ണ ഞങ്ങൾ ലത്തിക്കുറ്റിപ്പുറം നമ്മളെ മേലാറ്റൂരുള്ള പഞ്ചായത്ത് സെക്രട്ടറി ചീത്താറിന് പറഞ്ഞിട്ടൊരു കേസുണ്ടായിരുന്നു. അപ്പം അതിന് അഡ്വക്കേറ്റ് പ്രകാശ് സാറിനെയാണ് ഓലെ ഏൽപ്പിച്ചിരുന്നത് ജാമ്യം എടുക്കാൻ. അവിടുന്ന് അദ്ദേഹം എന്നെ ഒന്ന് കണ്ടു. മാനസാഹിബായി ഞങ്ങളൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ച ആളെ ഇവിടുന്ന് കൊടുക്കും, നിങ്ങൾ പോവല്ലേ, ഞാനിപ്പോൾ ഇയാളെ ജാമ്യത്തിന് കൊടുത്തിട്ട് ഇപ്പോൾ വരാറുണ്ട്. ആ സാറ് വന്നു. പ്രകാശ് സാറ് പറഞ്ഞ വാക്കുണ്ട്, എൻ്റെ മോളെ കല്യാണം അടുത്ത മാസം, അതിന് കുറച്ച് കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ സ്ഥലം കൊടുക്കണം. ആ വീട് വെക്കാൻ സ്ഥലം കൊടുക്കണതിൽ 100% അതിൽ ഒരു ജാതിയില്ല, അർഹതപ്പെട്ടവനായിരിക്കണം. അതിൽ മതവും ജാതിയും രാഷ്ട്രീയമൊന്നുമില്ല മാനുക്ക. അങ്ങനെയുള്ള ആ വലിയ മനുഷ്യനെ എത്ര ബഹുമാനത്തോടെ എന്നോട് അത് പറഞ്ഞു. തെരഞ്ഞെടുത്തതും അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞങ്ങൾ പോയി തെരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഒരു ഇത്താത്ത ഉണ്ട് കേട്ടാ, അത് ഇവിടെ വന്ന് എപ്പോഴും സങ്കടം പറയുന്നതാണ്, അതിനൊരു 3 സെന്റ് സ്ഥലം കിട്ടിയാൽ മതി, എങ്ങനെയും നെടുമ്പര വെച്ചെട്ടിക്കോളാന്ന് പറയുന്നുണ്ട്, ഒന്ന് അതിനെ ഉൾപ്പെടുത്തണം, ബാക്കി നിങ്ങൾ ആരും ഉൾപ്പെടുത്തിക്കോളെന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ അഡ്വക്കേറ്റ് ശ്രീ പ്രകാശ് ചേട്ടന്റെ സാറിന്റെ ഭാര്യ അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് നമ്മളോട് സങ്കടത്തോടെ പറഞ്ഞു. അതാണ് മനുഷ്യത്വം. രാഷ്ട്രീയപരമായിട്ട് എല്ലാവരും ആണ്ടും കൊണ്ടൊക്കെ ഉണ്ടാവും, അതൊരു വിഷയമാക്കണ്ട, കാരണം അത് രാഷ്ട്രീയമാണ്. അപ്പോൾ എല്ലാവരും ആണ്ടും കൊണ്ടും കുറ്റം പറച്ചിലും പിടിച്ചിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെയുള്ള കുറെ നല്ല മനുഷ്യർ എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഒരുപാട് മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്ന നല്ല നല്ല മനുഷ്യർ എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഇപ്പോ നമ്മുടെ പിന്നെ കെ മുരളീധരന് വലിയ ഉപകാരം ചെയ്യുന്ന ആളെ നമുക്ക് കുട്ടീന്റെ കാര്യത്തില്. അതേമാതിരി നമ്മൾ ടീച്ചറമ്മ, ഒരു മറക്കാൻ കഴിയില്ല ടീച്ചറമ്മനെ, വടകര സ്ഥാനാർത്ഥിയിൽ നിന്ന് അല്ലെങ്കിൽ മുൻ MLA ടീച്ചറമ്മ നമുക്ക് വലിയ പിന്നെ ഉപകാരം ചെയ്യുന്നുണ്ട്. കെ മുരളീധരൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെ അനിൽകുമാറേട്ടന് പിന്നെ എന്താണ് ഇവിടെയുള്ള വണ്ടൂരുള്ള അനിൽകുമാർ സാറ് ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ നേതാക്കന്മാര് ഇപ്പോ പിന്നെ മുൻ സ്പീക്കർ രാമകൃഷ്ണൻ സാറ്, അദ്ദേഹം ഞാൻ പാടെ പൊന്നാനിയിൽ 2-3 വീട് വെച്ചിട്ട് ഒക്കെ ഫുൾ പിന്തുണ. KT ജലീൽക്കൊക്കെ അങ്ങനെ ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. ജലീൽക്ക നിങ്ങളാരും അറിയാതെ ഞാൻ നേരിട്ട് കൊണ്ടുകൊടുത്തിട്ടുണ്ട് പാവപ്പെട്ട കുടുംബങ്ങൾ വീട് നിർമ്മാണത്തിന് സഹായം ജലീൽക്ക തന്നിട്ട്. അങ്ങനെ കുറേ നല്ല മനുഷ്യർ എല്ലാ പാർട്ടിയിലുണ്ട്. ഇപ്പൊ നമ്മളെ പിന്നെ മുസ്ലിം ലീഗ് തന്നെ കുർക്കോളി മെതിയാക്ക മറക്കാൻ കഴിയില്ല. എത്ര നല്ല കാര്യങ്ങൾക്കും നേതൃത്വം, ഏത് പാവപ്പെട്ട രോഗികളുടെ വിഷയത്തിനും മാനോന്ന് വിളിച്ചിട്ടുള്ള ഭയങ്കരമായിട്ട് അതിനൊക്കെ ഞാൻ കുറിക്കുമ്പോൾ കുറെ രോഗികളെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അത് വലിയ വലിയ സംഖ്യ വേണ്ടിയിരുന്നു. ഇതിനൊക്കെ കുറുക്കോളിക്ക് ഏത് സമയവും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അതിന് ഓടി വരും. അതാണ് ആ മനുഷ്യനെ. അദ്ദേഹത്തിന്റെ അവിടെ നാട്ടിലെ ഏത് കാര്യങ്ങൾക്ക് ആരിനെ വിളിച്ചാലും ഞാൻ കുറുക്കോളിക്കാണ് വിളിച്ചത്. എപ്പോൾ തന്നെ കുറുക്കോളിക്ക് അതിന് എന്തിനും ഓടി വരും. അങ്ങനെ കുറേ നല്ല നേതാക്കന്മാർ എല്ലാ പാർട്ടിയിലുണ്ട്. എന്തില്ല, അങ്ങനെയുള്ളവർ ജയിക്കട്ടെ, അങ്ങനെയുള്ളവർ നാട് ഭരിക്കട്ടെ. പിന്നെ
അങ്ങനെയുള്ളവർ വരുമ്പോഴാണ് ആ മണ്ഡലത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇപ്പൊ പിന്നെ മറ്റൊരു സങ്കടം പറയാനുള്ള ഈ വാർഡ് മെമ്പർമാർക്ക് ചെറിയ ശമ്പളം, തുച്ഛ ശമ്പളമാണ് കൊടുക്കുന്നത്. അവർക്ക് ഇപ്പൊ MLA-മാർക്കും MP-മാർക്കും ശമ്പളം കൂട്ടുമ്പോൾ പ്രതിപക്ഷം ഭരണപക്ഷം ഒന്നും ഉണ്ടല്ല, എല്ലാവരും ചിരിച്ചുകൊണ്ട് അത് സ്വീകരിക്കലാണ് ചെയ്യല്. അപ്പോൾ എല്ലാ ആൾക്കാർക്കൊക്കെ സന്തോഷം. പക്ഷെ ഇവിടെ ഈ വാർഡ് മെമ്പർമാരും ബ്ലോക്ക് മെമ്പർമാരും പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ അവരടുത്ത് പ്രത്യേകിച്ച് വാർഡ് മെമ്പർമാർക്കാണ് ഏറ്റവും സങ്കടം. കാരണം ആ വാർഡിലുണ്ടാകുന്ന കല്യാണം, മരണങ്ങൾ, മറ്റുള്ള അപകടങ്ങൾ, രോഗികളെ കൊണ്ടുപോയാലും പിടിച്ചാലും എല്ലാ ഒരു പന്നി കണ്ടിച്ചാടിയാലും ഒരു നായി കണ്ടിച്ചാടിയാലും ഒക്കെ വാർഡ് മെമ്പറെ വിളിച്ചുകൊണ്ടാണ് അതിന്റെ ബുദ്ധിമുട്ട്. ഒന്ന് മണ്ടിയടി അവിടെ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യത്തിനും ആ വാർഡ് മെമ്പർക്ക് കിട്ടുന്നുള്ള തുച്ഛ ശമ്പളം. അപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ ഇങ്ങനെയുള്ള വാർഡ് മെമ്പർമാർക്ക് ആ ശമ്പളം, നമ്മളിപ്പോ വെറുതെ ഗവൺമെന്റ് ജോലിക്കാർക്കൊക്കെ വീണ്ടും ആവശ്യമില്ലാതെ ശമ്പളം കൂട്ടുക. ഇപ്പോഴും ശമ്പളമാണ് ഓൽക്ക്. അതിന്റെ പുറത്ത് നമ്മുടെ ഈ വാർഡ് മെമ്പർമാർക്ക് ഒരു ശമ്പളം കൂട്ടിയാൽ ഒരു സംശയമില്ല അവരെ സംബന്ധിച്ച് ആ തുച്ഛ ശമ്പളം കിട്ടിയിട്ട് ഒന്നിക്കും തികയാത്ത അവസ്ഥ. പക്ഷെ എന്നാലും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് ജനങ്ങളെ സേവിക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന അനുകൂല പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നതൊക്കെ മേടിച്ചു കൊടുക്കുക. അതിന് നമുക്കൊരു ഒരു പ്രത്യേക ഒരു സന്തോഷമുള്ള കാര്യമാണ്. അത് വിചാരിച്ചിട്ട് നിൽക്കണമെന്ന് ഞാൻ പല മെമ്പർമാരും കേട്ടപ്പോൾ മനസ്സിലായത്. ഇപ്പൊ ഇവിടെ എന്റെ തൊട്ടടുത്തിരിക്കണ ഞങ്ങളെ AC കുഞ്ഞാമൊക്കെ മുൻ മെമ്പറായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാർഡിൽ സ്വന്തമല്ല, ആ പഞ്ചായത്തിലുള്ള ആരും എന്ത് സങ്കടം എന്ന് പറഞ്ഞാലും അദ്ദേഹം പഞ്ചായത്തിലുണ്ടെങ്കിൽ ആ പഞ്ചായത്തിലുള്ള ആൾക്കാരെ ഈ സങ്കടം പറഞ്ഞു വരുന്ന പോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് കുഞ്ഞാമൊക്കെ അവര് നേരിട്ട് പഞ്ചായത്ത് സെക്രട്ടറിനെ കൊണ്ടും പ്രസിഡന്റിനെ കൊണ്ടും ഒക്കെ സംസാരിച്ച് എന്തെല്ലാം നന്മ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തു കൊടുക്കും. അത് ഞങ്ങൾക്ക് ഇപ്പൊ മുടുക്കൻ താമിയേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ട്. താമിയേട്ടൻ പറഞ്ഞ വർത്താനം എന്റെ കുടിയിൽ മാനോ ഞാൻ പഞ്ചായത്ത് കിട്ടുന്ന വട്ടം കറങ്ങിയത് ആ നേരത്താണ് കുഞ്ഞാമൊക്കെ 3 ദിവസം 4 ദിവസം ഞാൻ അവിടെ പോയിട്ട് എന്റെ കാര്യങ്ങൾ നടക്കാതെ ബുദ്ധിമുട്ടിയപ്പോ പ്രതീക്ഷിക്കാതെ കുഞ്ഞാമൊക്കനോട് ചോദിച്ചു എന്താ താമേട്ട അവിടെ പ്രശ്നം, ഇതാണ് ഇത്. അപ്പൊ തന്നെ കൊണ്ടുപോയി ഒരു 10 മിനിറ്റ് കൊണ്ട് ആ കാര്യം ചെയ്തു കൊടുത്തു, ആ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുത്തു. അപ്പൊ അവൻ സങ്കടത്തോടെ കാരണം 3 ദിവസം നടന്നിട്ടും കിട്ടാത്ത 10 മിനിറ്റ് കൊണ്ട് കുഞ്ഞാമോ കണ്ടപ്പോൾ ശരിയായി. അപ്പൊ അതാണ് ജനപ്രതിനിധികൾ അങ്ങനത്തെ ആൾക്കാരാവണം. എന്നാ പിന്നെ പാവപ്പെട്ട മനുഷ്യരെ ഏത് വിഷമങ്ങളും പരിഹാരമായി മാറും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഏതായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ജനങ്ങൾക്ക് ഉപകാരമുള്ള ജനപ്രതിനിധികൾ എല്ലാ പാർട്ടിയിലുണ്ട്, അവര് ഇറങ്ങട്ടെ, വിജയിക്കട്ടെ. പിന്നെ ഈ ജാതി മതമൊന്നും പറഞ്ഞിട്ട് ആരും ആണ്ടും കൊണ്ടും ആക്രമിക്കാതിരിക്കുക. നമ്മള് കഴിയുന്ന സഹായങ്ങൾ എല്ലാവർക്കും ചെയ്യുക. കാരണം എന്ത് ഒരൊറ്റ കാര്യങ്ങൾ ഉറപ്പിച്ചാൽ മതി. കാരണം നമ്മളൊക്കെ മരിച്ചുകൊണ്ട് തടികളാണ്, നമ്മൾക്കൊക്കെ ഒരേ രക്തമാണ്. ആ ഒരു അപകടത്തിൽപ്പെടുമ്പോ ആരാണ് നമുക്ക് അവസാനം വെള്ളം തരിക, ആരാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുണ്ടാകുക, ആരുടെ രക്തം നമ്മൾ സ്വീകരിക്കാതിരിക്കുക, എല്ലാം വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അതിന്നൊക്കെ വിട്ട് മാറിക്കൊണ്ട് പരസ്പരം മനുഷ്യനെ സഹായിക്കാനും സ്നേഹിക്കാനും ശ്രമിക്കുക. പിന്നെ വോട്ടല്ലേ, ഇപ്പൊ വോട്ട് പിടിക്കുമ്പോ ഇപ്പൊ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നമ്മള് വോട്ടിന് ഇറങ്ങുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് അങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്താൽ ആരും നമുക്ക് വോട്ട് തരും. കാരണം ആ സംഘടന ഉഷാറാണ്, ആ സംഘടന ജനകീയമാണ്, ആ സംഘടന ജനങ്ങൾക്ക് ഉപകാരമുള്ള സംഘടന എന്നുള്ളതിൽ ഇപ്പൊ സേവാഭാരതി ആവട്ടെ, DYFI ആവട്ടെ, KMCC ആവട്ടെ, CS സെന്റർ ആവട്ടെ, കോൺഗ്രസിന്റെ യൂത്ത് ഇത് ആവട്ടെ, അങ്ങനെ കുറെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതിന് അവര് ആ പുണ്യപ്രവൃത്തി എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അതിനാണ് ജനങ്ങള് അവരെ അതിൽപ്പെട്ട ആൾക്കാർ നിൽക്കുമ്പോൾ വോട്ട് ചെയ്യലും അവരെ സപ്പോർട്ട് ചെയ്യണം. കാരണം ജനങ്ങൾക്ക് ഉപകാരമുള്ള ഏത് പാർട്ടിയുള്ള ആയാലും ഏത് ചെറിയ സംഘടന ആയാലും കുഴപ്പമില്ല, ആ ഉപകാരം ചെയ്യുന്ന ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഏതായാലും ഞങ്ങൾ യാത്ര അങ്ങനെ ചെറുപ്പശ്ശേരിയിലേക്കാണ്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തുക. മറ്റന്നാ ലക്ഷദ്വീപിലേക്ക് പോയി ഞാൻ 4 ദിവസം നിന്ന് തിരിച്ചു വരണം. അപ്പോൾ നമ്മളെ വീടിന്റെ താക്കോല് നിർവ്വഹണങ്ങളൊക്കെ മെയ് മാസം ലാസ്റ്റൊക്കെ ആക്കിയിട്ടുണ്ട് ഇപ്പൊ തീരുമാനം. കാരണം റോഡൊക്കെ പാടെ കട്ടടെല്ലാം പിടിച്ചതൊക്കെ പാടെ സമയം പിടിച്ച്, പിന്നെ മഴ ആയതുകൊണ്ട് കുറെ പണികൾ വഴുകുന്ന സാഹചര്യം ഉണ്ടായി. ഏതായാലും എല്ലാവർക്കും നല്ലത് മാത്രം പ്രശ്നം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ